ബൈപ്പാസിന് വേണ്ടി രോഗി വരുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ അവർ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒരു ഹോസ്പിറ്റലിലുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കുകയും അതിനുശേഷം അവർക്ക് ഒരു റൂം അലോട്ട് ചെയ്യുകയും ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റൂം അലോട്ട് ചെയ്ത് റൂമിൽ വിശ്രമിക്കുന്ന പേഷ്യൻസിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം ഡോക്ടറും അതായത് സർജനും മയക്കം കൊടുക്കുന്ന ഡോക്ടറും അനസ്തെറ്റിസ്റ്റും രണ്ടുപേരും ഈ രോഗിയുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സും കൂടെയുള്ള കുടിയിരിപ്പുകാരോടും സംസാരിക്കുന്നത്. രോഗിക്കും കൂടെയുള്ളവർക്കുമുള്ള എന്തെങ്കിലും ആശങ്കകളുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതിനുശേഷം അവരുടെ ആശങ്കകളെല്ലാം ആശങ്കകളും എല്ലാം നമ്മൾ സമയമെടുത്ത് അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും വിശദീകരിച്ച് കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് അകറ്റാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നതും ചെയ്യുന്നതാണ്. അതിനുശേഷം അവർക്ക് സർജറിക്ക് മുമ്പ് വേണ്ട ചില ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്റേ, എക്കോ, അത്യാവശ്യമായ സർജറിക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ചെയ്ത ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരുടെ ഡോക്ടർമാരുടെ സഹായം തേടുകയും ആവശ്യമുള്ള കറക്ഷൻസ് നമ്മൾ ചെയ്യുകയും ആണ് സാധാരണ ചെയ്യുന്നത്. അതിനുശേഷം ബൈപ്പാസിന് വരുന്ന എല്ലാ രോഗികൾക്കും നമ്മൾ ക്ലോറോക്സിഡിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സോപ്പിൻ്റെ പോലത്തെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. അത് നമ്മൾ ഉപയോഗിച്ച് അവരോട് രാവിലെയും വൈകുന്നേരം സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കാൻ പറയാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് കാരണം രോഗിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 നേരം കുളിച്ചു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് സാധാരണ നമ്മൾ സർജറി ഷെഡ്യൂൾ ചെയ്യുന്നത്. സർജറിക്ക് മുമ്പ് തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ പിന്നെ മയക്കത്തിന് ഡോക്ടർ മയക്കം കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ രോഗി ഒന്നും പിന്നെ സാധാരണഗതിയിൽ അറിയാറില്ല, മയക്കത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സർജറി തുടങ്ങുന്നത്. സർജറി ചെയ്തതിന് ശേഷം എല്ലാ രോഗികളെയും ICUവിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ICUവിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ രോഗികളും വെന്റിലേറ്ററിലായിരിക്കും. ഏകദേശം 2-3 മണിക്കൂറെങ്കിലും എല്ലാ പേഷ്യൻസും വെന്റിലേറ്ററിലായിരിക്കും. അതുപോലെ തന്നെ ആ സമയം നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റിലേറ്റീവ്സിനെ സാധാരണ ICUവിൽ ഒരു വശം വന്ന് കാണിക്കാറുണ്ട്. രോഗികളുടെ കൂടെ തന്നെ ഉള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എല്ലാ പേഷ്യൻസും സാധാരണഗതിയിൽ ഓപ്പറേഷന് ശേഷം വെന്റിലേറ്ററിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വെന്റിലേറ്ററിലായിരിക്കും എല്ലാ പേഷ്യൻസും. അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷൻ്റെ താഴെയുള്ള വയറിൻ്റെ ഭാഗത്തു നിന്ന് 2 ട്യൂബുകൾ സാധാരണ കാണാറുണ്ടാവും. അത് ഡ്രെയിൻസ് ആണ്. അത് എന്തെങ്കിലും കളക്ഷൻസ് പോലെ, അതായത് ചെറിയ കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള 2 ഡ്രെയിൻസ് ആണ് സാധാരണ വയ്ക്കാറ്. ഈ 2-3 മണിക്കൂറിന് ശേഷം രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും അതിനുശേഷം രോഗി സംസാരിച്ച് തുടങ്ങുകയും ഉടനെ തന്നെ റിലേറ്റീവ്സിനെ വിളിച്ച് കാണിക്കുകയും രോഗി റിലേറ്റീവ്സുമായി സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഈ സംഭവം സാധാരണ നടക്കുന്നത് ഓപ്പറേഷൻ ചെയ്ത ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. അതിനുശേഷം പതുക്കെ നമ്മൾ രോഗിക്ക് വായിക്കൂടി വെള്ളം കൊടുത്തു തുടങ്ങും. ദാഹിക്കുന്ന രോഗികൾക്ക് വെള്ളം കൊടുക്കാവുന്ന പതിവുണ്ട്. സാധാരണഗതിയിൽ ആ ഓപ്പറേഷൻ ചെയ്ത ദിവസം കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കാറില്ല, ലിക്വിഡ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത രോഗിയെ നമ്മൾ ചെയറിലിരുത്തുകയും ബ്രീതിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ബ്രീതിങ് എക്സസൈസ് വഴി ലങ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് വേണ്ട പരിചരണം ഈ എക്സസൈസ് വഴി കിട്ടുകയും ഓക്സിജൻ റിക്വയർമെൻറ്റ് സാധാരണഗതിയിൽ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് വഴി ഓക്സിജൻ കൊടുക്കാറുണ്ട്. ആ ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ്, ഓക്സിജൻ്റെ ആവശ്യകത കുറയുകയും ചെയ്യും. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുശേഷം രാവിലെ ഒരു 7-8 മണിയോടുകൂടി രോഗിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു. സാധാരണഗതിയിൽ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു 10 മണിയോടുകൂടി ഫിസിയോതെറാപ്പിസ്റ്റ് വരികയും ഈ രോഗിയെ പിടിച്ചു നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ICU തന്നെയാണ് ഇത് നടക്കുന്നത്. സാധാരണ 1-2 റൗണ്ട് ICU തന്നെ നടത്തുകയും അതിനുശേഷം രോഗിക്ക് ആവശ്യമായ റെസ്റ്റ് ചെയറിലെത്തുകയും പിന്നീട് ബ്രീതിങ് എക്സസൈസും പിന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പിയും കൊടുക്കുന്നതാണ്. ഇതോടുകൂടി തന്നെ ഓക്സിജൻ റിക്വയർമെൻറ്റ് സാധാരണഗതിയിൽ 2-3 ലിറ്റർ മാത്രമായി കുറയാറുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി സാധാരണഗതിയിൽ ഈ 2 ഡ്രെയിൻസും, അതായത് ഈ ഓപ്പറേഷന് ശേഷമുള്ള ഈ ഡ്രെയിൻസ് വൈകുന്നേരത്തോടു കൂടി സാധാരണ എടുക്കുകയും അതോടുകൂടി തന്നെ പേഷ്യൻ്റെ വേദന എന്ന് പറയുന്ന സാധനം തന്നെ ഒരു 90% കുറയുകയും ചെയ്യും. അതിനുശേഷം ഈ ഡ്രെയിൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം വീണ്ടും പേഷ്യൻറ്റിനെ ICUവിൽ നടത്തുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം, അതായത് 2ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്ത് 2ാമത്തെ ദിവസം രാവിലെയാണ് പേഷ്യൻറ്റിനെ നമ്മൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആകെ ഉണ്ടാകുന്ന രോഗിക്ക് ഒരു IV കാനുല മാത്രമാണ് ഉണ്ടാവാറ്. അതിൽ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് അപൂർവമായി ഫ്ലൂയിഡ്സ് കൊടുക്കാറുണ്ട്. അതല്ലാതെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. മൂത്രം ഒഴിക്കാനുള്ള കത്തീറ്റർ അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ പേഷ്യൻറ്റിനെ വാർഡിലേക്ക് വിടുന്നത്. വാർഡിലേക്ക് പോയതിന് ശേഷം രോഗി വീണ്ടും റിക്കവറി പ്രോസസ്സ് എന്നുള്ള ലൈനിൽ ഫിസിയോതെറാപ്പി വീണ്ടും വരികയും ആൾ രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുകയും നടത്തുകയും ചെയ്യുകയും 1-2 ദിവസം ഈ
പ്രക്രിയ ആവർത്തിക്കുകയും ഈ ഓക്സിജൻ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും പിന്നീട് രോഗിക്ക് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓക്സിജൻ്റെ ആവശ്യം ഇല്ലാതാവുകയും ആണ് സാധാരണ ചെയ്യുന്നത്. അതിനുശേഷം 4ാമത്തെ ദിവസമാണ് സാധാരണ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് രോഗിക്ക് വേണ്ട അഡ്വൈസ്, അതായത് എന്തൊക്കെ ഉപദേശങ്ങളാണ് രോഗിക്ക് കൊടുക്കേണ്ടത്, അത് സാധാരണ ഡോക്ടർ കൊടുക്കാറുണ്ട്. മരുന്നുകൾ സമയത്തിന് കഴിക്കുകയും ഷുഗർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ മുറിവ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സോപ്പ് തേച്ച് കുളിക്കുകയും മുറിവ് കെയർ ചെയ്യുകയും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ള അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി തന്നെ 4ാമത്തെ ദിവസം സാധാരണ രോഗി ആശുപത്രി വിടും. ഇതാണ് സാധാരണ ഒരു ബൈപ്പാസ് രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതാണ് അതിൻ്റെ ഉത്തരം.